ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം എന്റെ 1, 2, 3 വാക്യങ്ങൾ. ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന്. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ്. വളരെ സുപരിചിതമായതും അനേക പ്രാവശ്യം വായിക്കുകയും ദൈവിക സന്ദേശങ്ങൾ കൈമാറുകയും അനവധി ശുശ്രൂഷകന്മാരിൽ കൂടി ഈ സന്ദേശം കേൾക്കുകയും വ്യത്യസ്ത ആശയങ്ങളും ദൈവിക വചന മർമ്മങ്ങളും ഒക്കെ നാം കേൾക്കുന്നവരും പഠിക്കുന്നവരുമായതുകൊണ്ട് ഈ വചനം നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ വചനമാണ്. ഒരിക്കൽ കൂടി നമ്മൾ ആ വചനത്തിലൂടെ ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഒരിക്കൽ കൂടി നമ്മയും യെശയ്യാവിനെ ശുദ്ധീകരിച്ചെടുത്തതുപോലെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് നാം ആകാംക്ഷയോടുകൂടി ആഗ്രഹത്തോടു കൂടിയാണ് ദൈവത്തിൽ ഇരിക്കുന്നെങ്കിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും, രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന വചനം ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു എന്നുള്ളതാണ്. ദൈവരാജ്യത്തിൽ ഹല്ലേലൂയ കോടാനുകൂടി ദൂതന്മാരും കെരൂബുകളും സറാഫുകളും ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഹല്ലേലൂയ. കോടിക്കണക്കിന് വിശുദ്ധന്മാരാൽ നിറയപ്പെട്ടതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്, സ്വർഗരാജ്യം എന്ന് പറയുന്നത്, അഥവാ ദൈവത്തിന്റെ കുടുംബം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിൽ പ്രധാനമായി 2 ദൈവദൂതന്മാരുടെ പേരാണ് വേദപുസ്തകത്തിൽ എടുത്തു കാണിക്കുന്നത്. ഒന്ന് സദ്വർത്തമാനം കൊണ്ടുവരുന്ന ഗബ്രിയേലിന്റെ, 2 സർവ്വസൈനാധിപനായിരിക്കുന്ന മീഖായേലിന്റെ നാമമാണ് നമുക്ക് വേദപുസ്തകത്തിൽ അനവധി കാണാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ മറ്റനവധി നാമങ്ങളും വേദപുസ്തകത്തിൽ ദൈവദൂതന്മാരുടെ അനുബന്ധമായി നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, ഇവിടെ യെശയ്യാവ് കണ്ട സാറാഫുകളുടെ പേരെന്താണ്? എന്തുകൊണ്ടാണ് അവർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നത്? ഇത് വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ എത്തിയ. ഹല്ലേലൂയ. ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ ഞാൻ അതിനകത്ത് കണ്ടത്, ഹല്ലേലൂയ, എന്തുകൊണ്ട് അവർ തങ്ങളുടെ മുഖങ്ങളെ മൂടി എന്ന് യെശയ്യാവിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അല്ലെ, യെശയ്യാവിന്റെ മുമ്പിൽ ഈ സാറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി എന്ന് പറയുമ്പോൾ യെശയ്യാവിന്റെ കണ്ണുകൾ കൊണ്ട് കെരൂബുകളുടെ മുഖത്തെ നോക്കി അതിനെക്കുറിച്ചൊരു ഗവേഷണം നടത്താതെ അവന്റെ ചിന്തയും ചിന്താമണ്ഡലങ്ങളും മുഴുവൻ കെരൂബുകളിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി, ഹല്ലേലൂയ, ആ നാമത്തിന്റെ മഹത്വം യെശയ്യാവ് മനസ്സിലാക്കി അതിലേക്ക് വഴി തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആമേൻ, സ്തോത്രം. ഈ കെരൂബുകൾ ഓരോരുത്തരും 6 ചിറക്, അവർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറക്കുന്നത്. യെശയ്യാവിനെ ദൈവം ഈ ദർശനം കൊടുക്കുന്നത് യഹോവയായി ദൈവത്തിന്റെ മുഖം കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ കെരൂബുകളുടെ സാറാഫുകളുടെ മുഖം കണ്ട് അതിനെക്കുറിച്ചൊരു ഭാഗ്യവർണ്ണന നടത്തുവാനല്ല യെശയ്യാവിനെ ദൈവം വിളിച്ച് വേർതിരിച്ചതും ഈ ദൈവിക ദർശനം കൊടുക്കുന്നതും. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ, ഇന്നത്തെ സഹോദരങ്ങളാണെങ്കിൽ ഈ ഭാഗത്തുനിന്ന് വലിയ ഗവേഷണം നടത്തി വചനവിരുദ്ധമായ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് ജനത്തെ അടിച്ചേൽപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. പക്ഷെ യെശയ്യാവിനോട് ദൈവം പറഞ്ഞു, യെശയ്യാവേ, സ്വർഗത്തിൽ വസിക്കുന്ന കെരൂബുകളും സാറാഫുകളും ദൈവദൂതന്മാരും ഒക്കെ എന്റെ സൃഷ്ടികളാണ്, ഞാൻ അവരെ സൃഷ്ടിച്ചതാണ്. ഹല്ലേലൂയ. അവിടെയുള്ള വിശുദ്ധന്മാരൊക്കെ ഞാൻ ആകർഷിച്ചിട്ട് എന്നിൽ വിശ്വസിച്ച് എന്റെ രീതിയിലേക്ക് അവർ മരണാനന്തരം വന്ന വിശുദ്ധന്മാരാണ്. അതുകൊണ്ട് നീ കെരൂബുകളെ സാറാഫുകളെയോ വിശുദ്ധന്മാരെ അല്ല നോക്കേണ്ടത്, സർവസൃഷ്ടമായി എന്നെ നീ നോക്കണം. എനിക്കാണ് നിന്നിൽ ചിലത് ചെയ്തെടുപ്പാനുള്ളത്. നിന്നൊരു ശുദ്ധീകരണം ആവശ്യമാണ്. ആ ശുദ്ധീകരണം നിന്നിൽ നടക്കണമെങ്കിൽ നീ കെരൂബുകളെ നോക്കാതിരിക്കുവാൻ, കെരൂബുകളുടെ മുഖം കണ്ടാൽ, അവരുടെ കാല് കണ്ടു കഴിഞ്ഞാൽ നിന്റെ ചിന്താമണ്ഡലം മുഴുവൻ അതിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ അവരെ അവരുടെ മുഖം മൂടി, അവരുടെ പാദം മൂടി,
അവർ രണ്ടുകൊണ്ട് പറന്നു നിൽക്കുക. നിന്റെ നോട്ടം മുഴുവൻ എങ്കിലേക്കാകട്ടെ എന്നാണ് സർവശക്തനായ ദൈവം യെശയ്യാവിന് കൊടുക്കുന്ന ദർശനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ദൈവ വചനത്തിൽ നിൽക്കുമ്പോൾ നീ ഹല്ലേലൂയ ദൂതന്മാർക്കും കെരൂബുകൾക്കും സാറാഫുകൾക്കും മധ്യസ്ഥന്മാർക്കും ആമീൻ ഭൂമിയിലുള്ള വാഴ്ത്തപ്പെട്ടവർക്കും പുണ്യവാളന്മാർക്കും സ്നേഹന്മാർക്കും അല്ല നീ സ്ഥാനം കൊടുക്കേണ്ട. അവരുടെ മുഖമല്ല നീ നോക്കേണ്ടത്. നിന്റെ ഒരു ശുദ്ധീകരണം നടക്കുവാൻ നീ യഹോവയായ ദൈവത്തെ, പഴയ നിയമത്തിൽ യെശയ്യാവ് നോക്കിയ ഒരു പുതിയ നിയമത്തിൽ നീ കർത്താവായ യേശുവിനെ നോക്കണം. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് വളരെ യേശു ക്രിസ്തുവിനെ കുറിച്ച് വാദപ്രതിവാദം നടത്തി. അദ്ദേഹം പറഞ്ഞത്, യേശു ജനിക്കുന്നതിന് മുമ്പേ മറിയുണ്ടല്ലോ, അപ്പൊ മറിയല്ലേ ദൈവം? ഞാൻ പറഞ്ഞു, മറിയയ്ക്ക് മുമ്പ് യേശു ഉണ്ട്. ഹല്ലേലൂയ. സകല സൃഷ്ടിക്ക് മുമ്പ് യേശു ഉണ്ട്. അവസാനം അദ്ദേഹം കാട് കയറി അവസാനം അശ്ലീലമായ രീതിയിൽ കൂടെ സംസാരിച്ച്, അങ്ങനെയാണെങ്കിൽ മറിയയുടെ ഭർത്താവും മകനും എല്ലാം യേശുവാണല്ലോ. ഞാൻ പറഞ്ഞ എന്റെ സഹോദരൻ, നിങ്ങൾക്ക് ഇതിനൊരു മറുപടി ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വെറും അജ്ഞത പിടിച്ച് അന്ധവിശ്വാസത്തിൽ കിടക്കുന്ന ഏതോ കെട്ടിന്റെ നൂലാമാലയിൽ കിടക്കുന്ന വ്യക്തി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനൊരു മറുപടിയില്ല. നിങ്ങൾ അത്ര സംസാരമാണ്, വെറും നീച്ചവും ക്രൂരമായ വാക്കുകൾ ഉച്ചരിക്കുക. എന്തുകൊണ്ടാണ്? ദർശനമില്ലാത്തവൻ, അശുദ്ധമായി ജീവിക്കുന്നവൻ, അശുദ്ധിയിൽ വസിക്കുന്നവന് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ദർശനം നഷ്ടപ്പെടും. ഹല്ലേലൂയ. അവന് ദർശനമില്ല. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ ജീവിതത്തിലും ദൈവം പറയുന്നത്, സ്തോത്രം, കെരൂബുകളുടെ യെശയ്യാവേ നിന്റെ കണ്ണുകൾ കെരൂബുകളുടെ വലിപ്പമോ അവയുടെ പ്രാധാന്യതയോ കാണുവാനല്ല ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. നിന്റെ കണ്ണുകൾ സകലത്തെയും സൃഷ്ടിച്ച, സകലത്തെ ഉണ്ടാക്കിയ ദൈവമായ കർത്താവിന്റെ മുഖത്തെ മാത്രം നീ നോക്കണം. അല്ലേ? ഇത് ദൈവം നമ്മോടും പറയുന്നതാണ്. കർത്താവ് നമ്മോട് പറയുന്നത്, നീ കെരൂബുകളെ സാറാഫുകളെ ദൂതന്മാരെയോ ഇനി ഇടയ്ക്ക് വല്ല വലിഞ്ഞു കയറി വരുന്ന മധ്യസ്ഥന്മാരെയോ ഒന്നും നീ നോക്കാതെ, ഞാനാണ് സൃഷ്ടാവ്, സകലത്തെ ഉണ്ടാക്കിയവൻ, നിന്നെ സൃഷ്ടിച്ചവൻ, നിന്നെ മെനഞ്ഞെടുത്തവൻ, നിനക്ക് ജീവശ്വാസം തന്നവൻ, നിനക്ക് ജീവൻ തന്നവൻ, നിന്നെ നിലനിർത്തുന്നവൻ, നിന്നെ ഉള്ളംകരങ്ങളിൽ വഹിക്കുന്നവൻ ഞാനാണ്. അതുകൊണ്ട് നീ എന്റെ മുഖം മാത്രം നോക്കണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് കേട്ടോ. യെശയ്യാവിന് കൊടുത്ത ദർശനത്തിൽ യെശയ്യാവിന്റെ ദൈവം പറയുന്നത്, നീ ദൈവമുഖം കാണണമെന്ന. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, നീ പല മുഖം നോക്കി പോകാതെ ദൈവമുഖം അന്വേഷിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ അവന്റെ മുഖത്തിന്റെ ഛായയാൽ ഹല്ലേലൂയ തൃപ്തി അടയണം. യഹോവയായി ദൈവത്തിന്റെ മുഖദർശനം കണ്ട് നിന്റെ ജീവിതത്തിൽ നീ തൃപ്തി അടയണം. മാത്രമേ നിനക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ മഹിമയുടെ രാജാവിനെ നിനക്ക് കാണുവാൻ സാധിക്കാത്ത വിധത്തിൽ നിന്റെ ശ്രദ്ധയെ കെരൂബുകളുടെ വശത്തേക്ക് തിരിച്ചുവിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവ രണ്ടുകൊണ്ട് മുഖം മൂടിയിരിക്കുന്നത്, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നു നിൽക്കുന്നത്. കാരണം നിന്റെ ശ്രദ്ധ വേറെങ്കിലേക്ക് പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അതാണ് അല്ലെങ്കിൽ സ്തോത്രം, കെരൂബുകളുടെ മുഖം മൂടാൻ കാരണമെന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു. ഞാൻ അതേക്കുറിച്ച് വളരെ ചിന്തിച്ചപ്പോൾ ശരിയാ, സൃഷ്ടമായ ദൈവത്തിന്റെ മുഖത്തെ വേണം നമ്മൾ നോക്കാൻ. ഹല്ലേലൂയ. അപ്പൊ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, ഉസ്സിയ രാജാവ് മരിച്ചയാടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ഹല്ലേലൂയ. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തനാറോ ചിറകുണ്ടായി. രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ, ഹല്ലേലൂയ പരിശുദ്ധൻ, സാർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞു. സാറാഫുകൾ അർത്ഥപ്പെടുന്ന സാർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞു. ആരുടെ? ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞു. രക്തം ചെയ്യും. ഇതിനെക്കുറിച്ച് ചരിത്രഭാഗം കൂടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ആത്മീയ നിഗളം ബാധിച്ച് ഉസ്സിയ രാജാവ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ ശ്രമിച്ചതിനാൽ അവൻ കുഷ്ഠരോഗിയായി തീർന്നുവെന്ന് 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായം 16-23 വാക്യം വായിക്കുന്നുണ്ട്. കാരണം ഉസ്സിയ രാജാവിന് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ നിയമമില്ല. പൗരോഹിത്യ ശുശ്രൂഷ ലേവ്യർ ആണ് ചെയ്യേണ്ടത്. അതുകൂടാതെ ലേവ്യ പൗരോഹിത്യത്തെ തിരസ്കരിച്ചുകൊണ്ട് ഉസ്സിയാവ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ ശ്രമിച്ചത് ദൈവകോപം അവന്റെ മേൽ വന്നു. അവൻ കുഷ്ഠരോഗിയായി മാറി. ഇന്നും എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, ദൈവിക ശുശ്രൂഷകൾ ചെയ്യുവാൻ നിനക്ക് നിയോഗമില്ലെങ്കിൽ നീ ആ ശുശ്രൂഷ ചെയ്യരുത്. അഥവാ ചെയ്താൽ ഉസ്സിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെയുള്ള പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നിഗളിയായ ആ രാജാവ് മരിച്ച ആണ്ടിലാണ് യെശയ്യാവിന് മനോഹരമായ ഈ ദിവ്യ ദർശനം ലഭിച്ചത്.
ഈ നികളം ബാധിച്ച കുഷ്ഠരോഗിയായ ഉസിയരാജു മരിച്ച ആണ്ടിലാണ് യെശയ്യാവിന് ഈ ദിവ്യ ദർശനം കിട്ടിയത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ദൈവത്തെ കാണുന്നതിന് തടസ്സമായി നിൽക്കുന്ന പല ഉന്നതന്മാരും പല സംസ്ഥാനങ്ങൾക്കകത്തും പല രാജ്യങ്ങൾക്കകത്തും ഇന്നും വിരാജിക്കുന്നുണ്ട്. ദൈവത്തെ കാണുന്നതിന് തടസ്സമായി നിൽക്കുന്ന അനവധി രാഷ്ട്രീയ നേതാക്കന്മാർ, അനവധി ഭരണ സംവിധാനങ്ങൾ, നിയമ നേതാക്കന്മാർ, നിയമ സംഹിതകൾ, സുവിശേഷ വിരോധികളൊക്കെ ഇന്നും നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു അറുതി വന്നെങ്കിൽ മാത്രമേ ദൈവനാമം മഹത്വപ്പെടുകയുള്ളൂ. ലോകരാജ്യങ്ങൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവർ മരിച്ചെങ്കിൽ മാത്രമേ, ഉന്നതരായിരിക്കുന്ന പലരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിൽ മാത്രമേ അവിടെ ദൈവനാമം മഹത്വപ്പെടൂ. ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ കണ്ട യെശയ്യാവ് തന്നിലേക്ക് തന്നെ നോക്കി. കണ്ടോ, ഇവിടെ ദൈവത്തെ കണ്ട യെശയ്യാവിലേക്ക് നോക്കുക. അതേസമയത്ത് യെശയ്യാവ് സാറാഫുകളെയാണ് കാണുന്നെങ്കിൽ സാറാഫുകളുടെ മുഖവും കാലും ഒക്കെയാണ് കാണുന്നെങ്കിൽ യെശയ്യാവ് ഇതിന്റെ സാറാഫുകളെ നോക്കിയേനെ. ഹല്ലേലൂയ. പക്ഷെ സാറാഫുകളെ കാണാതിരിക്കുവാൻ കഴിയാത്ത നിലയിൽ അല്ലെങ്കിൽ യെശയ്യാവിന്റെ മുഖം സർവസൃഷ്ടമായി ദൈവത്തെ കണ്ടതുകൊണ്ട് സൃഷ്ടാവിന്റെ മഹത്വം തന്നിലേക്ക് വന്നപ്പോൾ യെശയ്യാവ് തന്നിലേക്ക് തിരിഞ്ഞു വരികയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്നിലേക്ക് നീ തിരിഞ്ഞു നോക്കണമെങ്കിൽ നീ സൃഷ്ടാവായി ദൈവത്തിലേക്ക് വരണം. നിന്റെ ജീവിതത്തിന്റെ അശുദ്ധിയെ, നിന്റെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങളെ, ദൈവികതമല്ലാത്ത പലതും നിന്നിൽ തളം കെട്ടി നിൽക്കുമ്പോൾ, കുട്ടിക്കൊള്ളുമ്പോൾ, പലതും നിന്നിൽ കുടിയിരുത്തി നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ സൃഷ്ടമായി ദൈവത്തിലേക്ക് നിന്റെ മുഖം ഉയരട്ടെ. ഹല്ലേലൂയ. അപ്പൊ സൃഷ്ടമായി ദൈവത്തിലേക്ക് യെശയ്യാവിന്റെ മുഖം ഉയർന്നപ്പോൾ, തന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ തന്റെ യഥാർത്ഥ രൂപം ബോധ്യമായി. യെശയ്യാവിന്റെ യഥാർത്ഥ രൂപം ബോധ്യമായി. ഇന്നും നിങ്ങളുടെ യഥാർത്ഥ രൂപം ബോധ്യമാകണമെങ്കിൽ നിങ്ങൾ സൃഷ്ടമായി ദൈവത്തിന്റെ മുഖത്തെ നോക്കണം. നിങ്ങൾ കണ്ട നല്ല സൗന്ദര്യമുള്ളവളാണ്, നല്ല തണ്ടും തടിയും, നല്ല ഒത്ത മനുഷ്യന്, നല്ല ജെന്റിൽമാരാണ്. നിങ്ങൾക്ക് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, ജ്ഞാനമുണ്ട്, ലോക സംസ്കാരങ്ങളെല്ലാം ഉണ്ട്, നല്ല പാണ്ഡിത്യമൊക്കെയുള്ള ആളാണ്. അനവധി കൃതികൾ, അനവധി പുസ്തകങ്ങളൊക്കെ നിങ്ങൾ രചിച്ചിട്ടുണ്ടായിരിക്കും. രാജ്യത്തിന് ഉന്നത പദവി അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം, അലങ്കരിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങളിലേക്ക് നോക്കുവാൻ സൃഷ്ടമായി ദൈവത്തിന്റെ മുഖദർശനം കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ അശുദ്ധിയെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എല്ലാ മനുഷ്യനും അശുദ്ധിയിൽ ജീവിക്കുന്നവനാ. എല്ലാ മനുഷ്യന്റെ ജീവിതത്തിൽ പാപമുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ 1 തൊട്ട് 5 വരെ പുസ്തകം, 5 വരെ അധ്യായങ്ങൾ എഴുതുമ്പോൾ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞ അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ യെശയ്യാവ് തന്നിലേക്ക് നോക്കിയേച്ച് യെശയ്യാവ് പറയാം, എനിക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. വിശുദ്ധിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട്, വിശുദ്ധിയുടെ വേഷം കെട്ടിക്കൊണ്ട്, മനുഷ്യനെ കാണിപ്പാൻ വേണ്ടി ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് ദിനംതോറും നടക്കുന്ന ചില ആളുകളുണ്ട്. ചില വിശുദ്ധന്മാരെന്ന് പറയുന്ന വിശുദ്ധ പദവി അലങ്കരിക്കുന്ന, വിശുദ്ധ പദവിയുടെ വേഷം കിട്ടിയിരിക്കുന്ന ചില ആളുകളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിലെ അശുദ്ധിയെ നീ തിരിച്ചറിയണം. രക്തം ചെയ്യണം. ഇവിടെ സ്തോത്രം. അപ്പൊ യെശയ്യാവ് തന്നിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് യെശയ്യാവിന്റെ രൂപം മനസ്സിലായത്. മനസ്സിലായത്. കഴിഞ്ഞ അധ്യായത്തിൽ മറ്റുള്ളവരെ നോക്കി 6 പ്രാവശ്യം നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞ യെശയ്യാവ് ഇപ്പോൾ തന്നിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നത് എനിക്ക് അയ്യോ കഷ്ടമെന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവിക ദർശനം ലഭിക്കുന്ന ഏതൊരു വ്യക്തിക്കും തന്നിലേക്ക് നോക്കുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ദൈവദർശനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളിലേക്ക് നോക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവിക ദർശനം നഷ്ടപ്പെട്ടവർക്ക്, ദൈവിക ദർശനമില്ലാത്തവർക്ക് ലോകത്തിന്റെ ഇമ്പങ്ങളിൽ, ലോക ഇഷ്ടപ്രകാരമേ നോക്കാൻ കഴിയുള്ളൂ. അപ്പം ദൈവിക ദർശനമില്ലാത്തവരാണ് മധ്യസ്ഥന്മാര്, ശേഖന്മാരും, പുണ്യവാന്മാരും, പുണ്യവതികളെയൊക്കെ നോക്കി അതിന്റെ പിന്നാലെ പോകുന്നത്. ദൈവിക ദർശനമില്ലാത്തവർ. ദൈവിക ദർശനമുള്ളവൻ യഹോവയായ ദൈവത്തെ, പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ മാത്രമേ കാണുകയുള്ളൂ. കാരണം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന, നമ്മളെ വിടുവിക്കുന്ന, നമ്മെ സൗഖ്യമാക്കുന്ന, നമുക്ക് സമാധാനം തരുന്ന, സന്തോഷം തരുന്ന, രക്ഷ നൽകുന്ന, നിത്യജീവൻ നൽകുന്ന, പ്രത്യാശ നൽകുന്ന, ദൈവരാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന, ദൈവരാജ്യത്തിലേക്ക് നമ്മെ എടുക്കുവാൻ ശക്തനായ ഒരുവനുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അവിടെ എന്നെ കേൾക്കുന്ന നിങ്ങൾ പലതിനെ നോക്കി നിങ്ങളുടെ ജീവിതം കളയരുത് കേട്ടോ. പലതിനെ നോക്കി നടന്ന് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തകർത്ത് കളയരുത്.
ആമേൻ യെശയ്യാവ് അല്ലെങ്കിൽ ആമേൻ കെരൂബുകളെ കാണാതിരിക്കാൻ സാറാഫുകളെ കാണാതിരിക്കത്തക്ക നിലയിൽ അവയുടെ മുഖം മൂടി അവയുടെ പാദം മൂടി രണ്ടുകൊണ്ട് പറന്നു നിന്ന് അതിനെക്കുറിച്ചല്ല ഇവിടെ വർണ്ണിക്കുന്നത്. അതിന്റെ നടുവിൽ വസിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച്, അതിന്റെ നടുവിൽ വസിക്കുന്ന യഹോവയായ ദൈവത്തെക്കുറിച്ച്, സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ വേദപുസ്തകം സവിസ്തരം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. രക്തം ചെയ്യും ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കണം. നിങ്ങളിലേക്ക് നോക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ അശുദ്ധിയെ, മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ, മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ, സ്വമേധ പാപങ്ങൾ, രഹസ്യമായി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പാപ സ്വഭാവങ്ങളെ ഇന്ന് പകൽ പുറത്തെടുത്ത് കളഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ സൃഷ്ടാവിനെ നിന്റെ മുഖം കാണണം. സൃഷ്ടാവിന്റെ ദർശനം ലഭിക്കണം. യെശയ്യാവിന് സൃഷ്ടമായി ദൈവത്തിന്റെ ദിവ്യ ദർശനം ലഭിച്ചപ്പോഴാണ് അവൻ തന്നിലേക്ക് നോക്കി തന്റെ അശുദ്ധിയെ കണ്ടത്. ഹല്ലേലൂയ. അപ്പൊ എന്താണ് സാറാഫുകൾ എന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കുമ്പോൾ ഇവിടെ ദൈവദൂതന്മാരെ ഉദ്ദേശിച്ചാണ് സാറാഫുകൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ പറയുന്ന വാക്ക് സാറാഫുകൾ എന്ന് പറയുന്ന വാക്കുകൾ വേദപുസ്തകത്തിൽ ഇവിടെ മാത്രമാണ് ഈ പേരുച്ചരിച്ചിരിക്കുന്നത്. മറ്റെങ്ങും സാറാഫുകൾ എന്ന് പറയുന്ന വാക്കുകൾ ഉച്ചരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പം ദൈവദൂതന്മാർക്ക് നൽകിയിട്ടുള്ള പേരാണത്. ഹല്ലേലൂയ. അപ്പം പ്രവാചകൻ തന്റെ പാപം സമ്മതിച്ച് ഏറ്റുപറഞ്ഞതിനാൽ യാഗപീഠത്തിലെ കനൽ കൊണ്ട് അവനെ ശുദ്ധീകരിക്കുകയും അവന് പുതിയ ശുശ്രൂഷ പരമേൽപ്പിക്കുകയും ചെയ്തുവെന്ന് തിരുവെഴുത്ത് വായിക്കുക. അവിടെ നമ്മൾ വായിച്ചവരും കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം ഹല്ലേലൂയ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ മുഴങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങൾ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിക്കൊണ്ട് തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു, അതെന്റെ വായിക്ക് തൊടുവിച്ചു. ഹല്ലേലൂയ. ഇത് നിന്റെ അത്തരങ്ങളെ തൊട്ടവനാൽ നിന്റെ അകൃത്യം നീങ്ങി, ആമീൻ, അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 5 അധ്യായങ്ങൾ എഴുതിയതാ. 6-ാം അധ്യായത്തിന് മുമ്പ് അവിടെയെല്ലാം അയ്യോ കഷ്ടം ജനത്തെ നോക്കിയ. പക്ഷെ തന്റെ അശുദ്ധി താൻ കണ്ടില്ല. പക്ഷെ തന്റെ ആമീൻ അലിയ അത്തരത്തെ ആമീൻ സ്തോത്രം ദൈവം തൊട്ട് കഴിഞ്ഞപ്പോഴാ ഹല്ലേലൂയ യെശയ്യാവിന് തന്റെ അശുദ്ധി മനസ്സിലായത്. അവന്റെ ജീവിതത്തിലെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചു കൊടുത്ത് അവന്റെ അശുദ്ധിയെ നീക്കിയിട്ട് യെശയ്യാവിനെ വീണ്ടും ഒന്നുകൂടെ ശുദ്ധീകരിച്ചെടുത്ത് പുതിയ ശുശ്രൂഷ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ദൈവവചനം കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ ജീവിതത്തിന്റെ അകൃത്യങ്ങൾ നീ ഏറ്റുപറയാത്തിടത്തോളം കാലം നിനക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനോ ആമീൻ അഭിഷേകം പ്രാപിപ്പാനോ ശുശ്രൂഷ പ്രാപിപ്പാനോ ദർശനം പ്രാപിപ്പാനോ കഴിയില്ല. എപ്പോൾ നിന്റെ ജീവിതത്തിന്റെ അകൃത്യങ്ങളെ നീ ഏറ്റുപറയുന്നു അപ്പോൾ മാത്രമേ ദൈവ സാന്നിധ്യം നിന്നിലേക്ക് ഇറങ്ങി വരികയുള്ളൂ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം നിന്നിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം നിന്നിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കും. സ്വർഗ്ഗരാജ്യത്തിന്റെ മഹത്വം യെശയ്യാവിലൂടെ ചെയ്തതുപോലെ, യെശയ്യാവിന് പുതിയൊരു ശുശ്രൂഷ ഫലമേൽപ്പിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ ദൈവം ചില ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തി കർത്താവിന് വേണ്ടി നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ നീ യെശയ്യാവ് നാമെ തന്നിലേക്ക് തന്നെ നോക്കി തന്റെ അശുദ്ധിയെ കണ്ടതുപോലെ നിന്റെ ജീവിതത്തിലേക്ക് നീ തിരിഞ്ഞു നോക്കി. ഹല്ലേലൂയ. നിന്റെ അശുദ്ധിയെ കണ്ട് നീ ഏറ്റുപറയുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവം ഒരു അസാധാരണമായ ഒരു അഭിഷേകത്തെ, ഒരു അസാധാരണമായ ശുശ്രൂഷയെ, ഒരു അസാധാരണമായ ദർശനത്തെ യെശയ്യാവ് കണ്ടുപോലെ ചില ദിവ്യമായ ദർശനത്തെ ദൈവം നിനക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതെ, ദൈവം നിന്നെ ശക്തമായിട്ട് ദൈവങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, ഹല്ലേലൂയ, നിന്റെ മേൽ ഒരു പുതിയ അഭിഷേകത്തെ ദൈവം പകരാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. നിങ്ങളുടെ മേൽ ഒരു പുതിയ അഭിഷേകത്തെ ദൈവം പകരാൻ ആഗ്രഹിക്കുക. യെശയ്യാവിനെ പകർന്നതുപോലെ അനവധി മെസ്സേജുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണെങ്കിലും ഇന്ന് പകൽ സാറാഫുകളെ നോക്കാതെ, അവയുടെ വർണ്ണന പറയാതെ, അവയെക്കുറിച്ച് വർണ്ണിക്കാതെ, അവയുടെ മഹത്വം പറയാതെ, അതിനെയൊക്കെ യെശയ്യാവിന് മുമ്പിൽ അതിൻ്റെ മുഖം മറച്ചുകൊണ്ട്, പാദങ്ങൾ മറച്ചുകൊണ്ട് അവ രണ്ടുകൊണ്ട് പറന്ന് അതിൻ്റെ നടുവിൽ വസിക്കുന്ന സർവസൃഷ്ടാവായ ദൈവത്തിന് യെശയ്യാവ് കണ്ടതുപോലെ ഇന്ന് പകൽ നീ സാഗരത്തെയും വെടിഞ്ഞ് നിനക്ക് ചുറ്റും പലതുകൊണ്ട്, നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ പലതുകൊണ്ട് അതിനെ നീ മാറ്റിവെച്ചിട്ട്
നിന്റെ കണ്ണ് സ്വർഗത്തിലെ ദൈവത്തിലേക്ക് ഉയരട്ടെ. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ വരും? എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയുണ്ടാക്കി യഹോവയിൽ നിന്ന് വരുന്നുവെന്ന് 121 സങ്കീർത്തനം വായിക്കുന്നത് പോലെ ആമേൻ, നിന്റെ കണ്ണുകൾ ഉയരത്തിലേക്ക് ഉയരട്ടെ, നിന്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ആമേൻ, സ്തോത്രം. സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന കർത്താവിനെ നീ കാണണം. സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ നീ കാണണം. പ്രേക്ഷകർ, അല്ലെങ്കിൽ ഈ ലോകത്തെ കുറിച്ചാകരുത് ദർശനം. വീണ്ടും ദൈവത്തിന് വചനം പറയുന്നത്, യാഗപീഠത്തിലെ കനൽ കൊണ്ട് അവനെ ശുദ്ധീകരിക്കുകയും അവനെ പുതിയ ശുശ്രൂഷ വരമേൽപ്പിക്കുകയും ചെയ്തു. നാം ദൈവിക വിശുദ്ധിയുടെ ദർശനമുള്ളവരായി നമ്മുടെ പാപത്തെ സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ ലഭിച്ചവരായി യെശയ്യാവിനെ പോലെ ദൈവിക ശുശ്രൂഷയ്ക്ക് പുതിയ ദൗത്യം ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വേണ്ടി എന്താണ്? ദൈവിക വിശുദ്ധിയുടെ ദർശനമാണ്. യെശയ്യാവിന് ദൈവിക വിശുദ്ധിയുടെ ദർശനം അവൻ പ്രാപിച്ചതുപോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവ്, എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരോട്, ദൈവദാസന്മാരോട് പറയട്ടെ, ആമീൻ, കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, പ്രവാചക ഗണങ്ങൾ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടന്മാർ എന്ന് പറയുന്ന ഒരു സകല വിശ്വാസികളും പറയട്ടെ, ദൈവിക വിശുദ്ധിയുടെ ദർശനമാണ് നിനക്ക് ആവശ്യം. ഹല്ലേലൂയ. ഇന്നത്തെ ദർശനമൊക്കെ അമേരിക്കയിലേക്ക് പോകുക, ഇറ്റലിയിലേക്ക് പോവുക, ഇംഗ്ലണ്ടിലേക്ക് പോവുക, പോളണ്ടിലേക്ക് പോവുക, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോവുക, ഓസ്ട്രേലിയയിലേക്ക് പോവുക, സിംഗപ്പൂരിലേക്ക് പോവുക, അമേരിക്കയിലേക്ക് പോവുക, കാനഡയ്ക്ക് പോവുക. ഇങ്ങനത്തെ ദർശനമാണ് എല്ലാവർക്കും. ദൈവിക വിശുദ്ധിയുടെ ദർശനം നഷ്ടപ്പെട്ടു പോയ സമൂഹം, ദൈവിക വിശുദ്ധ ദർശനം നഷ്ടപ്പെട്ടു പോയ ഇടയന്മാർ, ദൈവിക വിശുദ്ധ ദർശനം നഷ്ടപ്പെട്ടു പോയ സമൂഹം, ആ സഭയ്ക്കകത്ത് ദൈവപ്രവൃത്തിയില്ല. അവിടെ ഒരു മഹത്വം വെളിപ്പെടുന്നില്ല. എന്നാൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ലോകത്തിന്റെ ഭൗതിക നന്മയുടെ ദർശനമല്ല നിനക്ക് വേണ്ടിയത്, ദൈവിക വിശുദ്ധിയുടെ ദർശനമാണ് നിനക്ക് വേണ്ടിയത്. യെശയ്യാവിന്റെ കണ്ണുകൾ യഹോവയായ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവിക വിശുദ്ധിയുടെ ദർശനം ഏറ്റെടുത്തപ്പോൾ, യെശയ്യാവിന്റെ മേൽ ദൈവം പുതിയ ശുശ്രൂഷ വരവേൽപ്പിച്ചതുപോലെ ഇന്ന് പകൽ നീ ദൈവിക വിശുദ്ധിയുടെ ശുശ്രൂഷ ഏറ്റെടുക്കണം. ദൈവിക വിശുദ്ധിയുടെ ദർശനമാണ് നിനക്ക് ആവശ്യം കേട്ടോ. അല്ലാതെ പണത്തെക്കുറിച്ചുള്ള ദർശനമല്ല. ഹല്ലേലൂയ. ഇല്ലാത്ത കഥകളും കെട്ടുകഥകളും കെട്ടിച്ചമച്ച് ഫ്ലൈറ്റിൽ കയറി പ്രവചനം കിട്ടി അമേരിക്കയിൽ ചെന്ന് അല്ലെങ്കിൽ ഗൾഫിൽ ചെന്നിട്ട് അവിടെ ചെന്ന് പ്രവചിക്കുന്ന നാട്ടിൽ വരുമ്പോൾ പ്രവചനമില്ല. അമേരിക്കയിലും ഗൾഫിലും പ്രവാചനമാണ്. ഹല്ലേലൂയ. പണം ഉണ്ടാക്കാൻ പല മാർഗങ്ങളുണ്ട്. പണം ഉണ്ടാക്കാൻ പല തൊഴിലുകളും ചെയ്യാം. പക്ഷേ ദൈവവചനത്തെ വിറ്റ്, സുവിശേഷത്തെ വിറ്റ്, ദൈവിക ദർശനത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നീ പണം ഉണ്ടാക്കിയാൽ, ആമേൻ, സ്തോത്രം, പൗരത്വ ശുശ്രൂഷ നികള മനോഭാവത്തോട് ചെയ്ത ഉസ്സിയാവിന്റെ ജീവിതത്തിൽ കുഷ്ഠമാവൻ മരിച്ചതുപോലെ നിന്റെ ജീവിതത്തിലും ദൈവിക ന്യായവിധിയുടെ കരം വെളിപ്പെടും. അതുകൊണ്ട് ദൈവിക ശുശ്രൂഷയോട് നിങ്ങൾ കളിക്കരുത്. ദൈവത്തെ അതിൻ്റെതായ മഹത്വത്തെ കാണണം. ശുശ്രൂഷയ്ക്ക് അതിൻ്റെതായ മഹത്വം കൊടുക്കണം. വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കണം. ജീവിതത്തിലെ അശുദ്ധിയെ കാണണം. നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നമ്മൾ ദൈവത്തിലേക്ക് വരണം. യേശുവായിട്ടൊരു വലിയ ബന്ധം ഉണ്ടാകണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത്, യെശയ്യാവിനെ പോലെ ദൈവിക ശുശ്രൂഷയ്ക്കുള്ള പുതിയ ദൗത്യം നിന്നെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കും. ഈ കാലഘട്ടത്തിൽ അനവധി യുവക്കന്മാർ ദർശനം നഷ്ടപ്പെട്ടു. പെന്തക്കോസ്ത് സമൂഹത്തിൽ ദൈവമക്കളുടെ കുടുംബത്തിൽ ദൈവഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ദൈവമക്കൾ പോലും ദർശനം നഷ്ടപ്പെട്ടു. ഇടയന്മാർക്ക് ദർശനം നഷ്ടപ്പെട്ടു. സുവിശേഷകന്മാർക്ക് ദർശനം നഷ്ടപ്പെട്ടു. അവർ ലോകത്തെക്കുറിച്ച് ചിന്തിച്ച് മോഹിച്ച് ലോകത്തിന്റെ ഈങ്ങതക്കനുസരിച്ച് നടന്ന് ദൈവത്തിന് അകത്തുപോയി അശുദ്ധിയുള്ള ആത്തരങ്ങളുള്ളവരായി മാറി. ആമേൻ. നുണകളിലൂടെ പ്രചരണങ്ങളും വ്യാജ്യങ്ങളും ഫോഷ്കളും പറഞ്ഞ് കൂട്ട് ദൈവദാസനെ നിന്ദിച്ച് അപമാനിച്ച് കൂട്ട് വിശ്വാസിയുടെ കുറ്റം പറഞ്ഞും ആമേൻ ഭവനത്തിൽ ചെന്ന് അടുത്ത വിശ്വാസിയുടെ ഭവനത്തിൽ ചെന്ന് ആമേൻ അവരുടെ ഇടയനെക്കുറിച്ചും വിശ്വാസികൾക്ക് കുറ്റം പറഞ്ഞ് തമ്മിൽ ആമേൻ അശുദ്ധമായി ജീവിക്കുന്ന തലമുറ സഭയ്ക്കകത്ത് വളരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാവ് കണ്ടുപോലെ ദിവ്യ ദർശനം കാണണം കേട്ടോ. വിശുദ്ധിയുടെ ദർശനമാണ് നിനക്ക് ആവശ്യം. വിശുദ്ധിയുടെ ദർശനം എന്ന് നിന്റെ ഹൃദയത്തിൽ വരുന്നോ അന്ന് നിന്റെ ശുശ്രൂഷയ്ക്ക് വിജയം വരും. ഹല്ലേലൂയ. അശുദ്ധമായത് നിന്റെ നാവിന്മേലും, അശുദ്ധമായ ചിന്തകൾ നിന്റെ കണ്ണിലും, അശുദ്ധമായ കേൾവികൾ നിന്റെ കാതിലും, അശുദ്ധമായത് നിന്റെ കൈകാലിൽ ശരീരമാസങ്ങൾ നീ കൊണ്ട് നടന്നാൽ, നിന്റെ അത്തരങ്ങൾക്കകത്ത് ദൈവഹിതം വല്ലാത്ത സകല നികൃഷ്ടമായതും കൊണ്ട് നടന്നാൽ, ഹല്ലേലൂയ, ദിവ്യ ദർശനം കാണാൻ കഴിയത്തില്ല.
അല്ലെങ്കിൽ സ്വർഗീയ ദർശനമാണ് നമുക്ക് ആവശ്യം ഈ കാലഘട്ടത്തിൽ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം അതൊക്കെയാണ് പറയുന്നത്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഇന്ന് അനേകർ തങ്ങളെ ലോകത്തിലേക്ക് കാണിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അനേകർ ഇന്ന് തങ്ങളുടെ മഹത്വം ലോകത്തിലേക്ക് കാണിക്കുവാൻ ഇന്റർനെറ്റിലൂടെ, വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, ഹല്ലേലൂയ, എന്ന് വേണ്ട വിവിധ ഫ്ലെക്സിലൂടെ ഇല്ലാത്ത ശുശ്രൂഷകൾ പോലും ഉണ്ടെന്ന് വരുത്തി തീർത്ത് അല്ലേ, നടക്കാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞ് അവതരിപ്പിച്ച് മനുഷ്യന് മുമ്പിൽ കയ്യടി വാങ്ങി തങ്ങൾ തന്നെ വലിയവരെന്ന് ഉയർത്തി കാണിക്കുന്ന സമൂഹത്തിന്റെ നടുവിലാണ് ദൈവം തന്റെ സഭയെ പണിയുന്നത് കേട്ടോ. അല്ലേ, പലരും തങ്ങളെ തന്നെ ഉയർത്തി കാണിക്കുക. അവർക്ക് ദൈവിക ദർശനം നഷ്ടപ്പെട്ടു പോയി. സഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ, സഭയിൽ ശുശ്രൂഷ കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞാൽ പണത്തെക്കുറിച്ചുള്ള ദർശനം പ്രാപിച്ച് പണത്തെ മാത്രം പ്രസംഗിക്കുക. നിങ്ങളുള്ളത് മുഴുവൻ കൊണ്ടുപോകാം. നിങ്ങളുടെ പോക്കറ്റിലുള്ള മുഴുവൻ, നിങ്ങളുടെ പേഴ്സിലുള്ള മുഴുവൻ, നിങ്ങളുടെ കഴുത്തിലും കയ്യിലും നിങ്ങളുടെ അരയിൽ കിടക്കുന്ന അരിഞ്ഞാണം വരെ അഴിച്ചുകൊണ്ട് വരാനാണ് പറയുന്നത്. ഞാൻ കയ്യൊരു ശുശ്രൂഷ, നിങ്ങളുടെ അരയിൽ കിടക്കുന്ന അരിഞ്ഞാണം വരെ ഒന്നും നിങ്ങൾ കൊണ്ടുപോകരുത്, എല്ലാം ചരടുണ്ട്, അതുവരെ ഇങ്ങോട്ട് ഇട്ടേച്ച് പോകണമെന്ന് പറയുന്ന ദർശനം നഷ്ടപ്പെട്ടു പോയ അനവധി ആളുകൾ ദൈവസഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കണക്ക് പറഞ്ഞ് പൈസ മേടിക്കുക. ഈ ആഴ്ച സ്വതന്ത്ര കാഴ്ച കൊടുത്ത് ദശാംശം കൊടുത്തെങ്കിൽ ബുക്കിൽ എഴുതി വെച്ച് അടുത്ത ആഴ്ച വരുമ്പോൾ അതിന് പലിശയ്ക്ക് കണക്ക് കൂട്ടി മേടിക്കുന്ന അനവധി അന്ധകാര വ്യാപാര ശക്തികൾ ദൈവസഭയ്ക്കകത്ത് വരുന്നു. ഒരിക്കലും ഒരു സഹോദരി കുടുംബാന്റെ സഭയിൽ കടന്നു വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങോട്ട് പോരാൻ കാണാൻ? എന്റെ പാസ് അവിടെ ചെല്ലാൻ പറ്റത്തിൽ, സഭയ്ക്കകത്ത് യോഗം തീരുമ്പോഴത്തേനും 3-4 കവറിഞ്ഞ് വരും. എല്ലാ കവറും നിറച്ചു കൊടുക്കണം. തിരിച്ചു പോരാൻ വണ്ടിക്കൂലി തന്നെ കഷ്ടിച്ച ഞാനും മക്കളോട് പോരുന്നത്. അതും പോരാഞ്ഞിട്ട് ഈ ആഴ്ചയിൽ എന്തെങ്കിലും കുടിശ്ശിക വന്ന് അടുത്ത ആഴ്ച എന്റെ പലിശ കൂട്ടി കൊടുക്കണം. ഇല്ലെങ്കിൽ അവർ ചോദിച്ചു വാങ്ങും. ഞാൻ നിങ്ങളെന്തിനാ അങ്ങോട്ട് പോകുന്നത്? അതിനവർക്ക് മറുപടി. അങ്ങനത്തെ കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ ദർശനം നഷ്ടപ്പെട്ട, വിശുദ്ധിയുടെ ദൈവ ദർശനം നഷ്ടപ്പെട്ടവൻ, പണത്തിന്റെ ദർശനം ലഭിച്ചവൻ, അവൻ പണത്തിൽ ആശ്രയിക്കും. യൂദയ്ക്ക് യേശുവിനോട് കൂടെ നടക്കുന്നുണ്ടെങ്കിലും, യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന ശുശ്രൂഷകളുടെ ഭാഗമാകുന്നുണ്ടെങ്കിലും, അവൻ യേശുവിനെ അനുഗമിക്കാൻ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പങ്കാളിയായി തീരാനുള്ള ആഗ്രഹം യൂദയ്ക്കില്ലാത്തത് കൊണ്ട് അവന്റെ ഉള്ളിൽ പണദർശനമായിരുന്നു. അത് പിന്നത്തേതിൽ അവൻ ഞാൻ മരിക്കാൻ കാരണമായി. ഹല്ലേലൂയ. പണത്തെക്കുറിച്ചുള്ള ദർശനമല്ല നമുക്ക് വേണ്ടി കേട്ടോ, വിശുദ്ധിയെക്കുറിച്ചുള്ള ദിവ്യ ദർശനം ആവശ്യം. ഹല്ലേലൂയ. ഇവിടെ പലരും തങ്ങളെ തന്നെ വിളംബരം ചെയ്യുകയാണ്. ഇന്നത്തെ കാലത്ത് നോട്ടീസ് അച്ചടിക്കും, ഫ്ലെക്സ് അടിക്കുമ്പോൾ, യോഗത്തിന്, കൺവെൻഷൻ, ക്രൂസൈഡുകൾ വരുമ്പോൾ അവർ മയക്കി പിടിച്ച് വലിയ തല കാണിച്ച് വലിയ ഫോസിൽ നിൽക്കുന്ന ഫോട്ടോകൾ കാണിച്ചില്ലെങ്കിൽ അവരിന്ന് മീറ്റിങ്ങിൽ വരത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവോ, ഈ കൺവെൻഷനൊക്കെ നടക്കുന്ന സമയം, ഈ ക്രൂസൈഡൊക്കെ നടക്കുന്നതിനകത്ത് ആരുടെ പടം അച്ചടിക്കാതെ, ആരുടെ ഫോട്ടോ വെക്കാതെ വെറും ബാനർ ഫ്ലെക്സ് മാത്രം കെട്ടുന്ന ഒരു ടീമുണ്ട്. അവരാരുടെ ഫോട്ടോ വെക്കത്തില്ല. നിങ്ങൾ ചിന്തിച്ചാൽ മതി ആരാണ്. പെന്തക്കോസ് വേർപെട്ട കൂട്ടത്തിലുള്ളതാണ്. നമ്മുടെ ആൾക്കാരെങ്ങനെ, അവർക്ക് തല ഉയർന്നിരിക്കണം, അവരെ വിളംബരം ചെയ്യണം. അല്ല, അത്ഭുത രോഗശാന്തി ശുശ്രൂഷകൻ, ലോക പ്രശസ്തനായിരിക്കുന്ന റെവറൻഡ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞില്ല വരത്തില്ല. പിന്നെ പണം പറയും, ഞങ്ങൾ ഇത്ര പേര് വരും, ഞങ്ങൾക്ക് ഇത്ര രൂപ വേണം, ഇത്ര തന്നാലേ ഞങ്ങൾ വരത്തുള്ളൂ, അങ്ങനൊക്കെ. പക്ഷെ യെശയ്യാവിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി ദർശനം കണ്ടപ്പോൾ, ദിവ്യ ദർശനം കണ്ടപ്പോൾ യെശയ്യാവ് തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി തന്റെ ആശുദ്ധിയെ താൻ കണ്ടു. അപ്പോഴാണ് യാഗപീഠത്തിന് സാറബുൾവെഴുത്തൻ കുടിൽ കൊണ്ട്, തീക്കനിൽ കൊണ്ട് അവന്റെ വായിക്ക് തൊട്ടതും അവന്റെ അശുദ്ധി മാറി, അവന്റെ പാപം നീങ്ങി അവനെ ദൈവം ശുദ്ധീകരിച്ചെടുത്തതും. നമുക്ക് ആ ഒരു ദർശനം വേണ്ടിയത് കേട്ടോ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദർശനം നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് അറിയാം, ഇന്ന് ഹല്ലേലൂയ വേഗം മനുഷ്യനെ ഹല്ലേലൂയ ഏണിയിൽ കയറണം. ഹല്ലേലൂയ. വേഗം ഉയർച്ചയിലെത്തണം. ഹല്ലേലൂയ. പണവും പുകഴ്ചയും കീർത്തിയും എല്ലാം നേടണമെന്നാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. തങ്ങൾക്കെല്ലാം വരങ്ങളുമുണ്ട്, വിശേഷപ്രദമായ പ്രവചനപരമുണ്ട് എന്ന് തങ്ങളതായ മഹത്വത്തിൽ അത് വെളിപ്പെടുത്തുക. ചിലപ്പോൾ ഞങ്ങൾക്ക് രോഗശാന്തിയോട്, ഭൂതശാന്തിയോട്, വീര്യപ്രവത്തിലുണ്ട്, പരിപാലനവരുണ്ട്, സഹായിച്ചുള്ളവരുണ്ട്, ഞങ്ങൾക്ക് എല്ലാ ശുശ്രൂഷകളുണ്ട്, ഞാൻ അപ്പോസ്തലനാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വരുന്ന അനവധി അംഗങ്ങളുണ്ട്. അവിടെ യേശുവിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെയുള്ള ഭാഗം വരും. നമ്മൾ ആ നികളമനുഭവം വരുമ്പോൾ, ഉസ്യാവിനെ പോലെ ആ നികളമനുഭവം വരുമ്പോൾ നമ്മൾ യേശുവിലേക്ക് വരണം. യേശുവിനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഹല്ലേലൂയ. അപ്പം വിശേഷത്വമായി പലതും ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞ് ആത്മീയ ഗൗരവം അടച്ച്, ഹല്ലേലൂയ, അതിനനുസോദം കുറച്ച് കാലങ്ങൾക്കുള്ളിൽ അഡ്രസ്സില്ലാതെ പോകുന്നു.
അങ്ങനെയുള്ളൊരു ആത്മീയ ഗൗരവത്തെ, ആത്മീയ വിശുദ്ധത്തെ, ദിവ്യദർശനത്തെ, വിശുദ്ധ ദർശനത്തെ കുറച്ച് കണ്ടിട്ട് കുറെ കാലം അവർ നിന്നിട്ട് പിന്നീട് അവർ അഡ്രസ് പോലും ഇല്ലാതെ പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് സ്തോത്രം, സദൃശവാക്യം 16-ാം അധ്യായം 18-ാമത്തെ വാക്യമായി, നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതമാകും. അപ്പൊ ചിലർക്ക് നാശം വരുന്നപ്പോൾ അവർക്ക് ഭയങ്കര ഗർവമായിരിക്കും, ഭയങ്കര അഹങ്കാരവും തൻ്റെ ഒക്കെ ആയിരിക്കും. നല്ലൊരു സ്തോത്രം, വീഴ്ചയ്ക്ക് മുമ്പേ ഇതായി ഉന്നതമാകുമായിരിക്കും. അതേ ശ്രോതാവേ, അഹങ്കരിക്കരുത്. ദൈവം എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധിയോടെ ചെയ്യണം. കർത്താവിന്റെ ദിവ്യ ദർശനം പ്രാപിച്ചുകൊണ്ട് നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ആ ദിവ്യ ദർശനത്തെ കൂട്ടാലെ നിന്നുകൊണ്ട് വേണം കർത്താവിന്റെ മഹത്വം ഒരു വേല ചെയ്യുവാൻ. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെക്കുറിച്ചാണ് ദൈവത്തിന് പ്ലാന്. നിന്റെ ഭവനത്തെക്കുറിച്ച് ദൈവത്തിന് പ്ലാന്. നിന്റെ ഭർത്താവിനെ കുറിച്ച്, നിന്റെ ഭാര്യയെക്കുറിച്ച്, നിന്റെ മക്കളെ കുറിച്ച് ദൈവത്തിന് പ്രത്യേകമായൊരു ദൗത്യമുണ്ട്. ദൈവത്തിന് പ്രത്യേകമായ പ്ലാനുണ്ട്. അത് ദൈവം നിന്റെ കുടുംബത്തിൽ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തിന്റെ 7 വൻകരകളിലേക്ക് ദൈവിക സന്ദേശമായി നിന്റെ മക്കളെയും നിന്നെയും ഒക്കെ അയക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, അതിനുവേണ്ടി നീ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, യെശയ്യാവ് ദിവ്യ ദർശനം കണ്ട് തന്നെ തന്നെ ശുദ്ധീകരിച്ചതുപോലെ ഇന്ന് വലിയ ശുദ്ധീകരണത്തിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. അത് ചിലരെയൊക്കെ ദൈവം തൊടാൻ ആഗ്രഹിക്കുക. ചിലരൊക്കെ അശുദ്ധിയെ നീക്കിയിട്ട് ഈ കാലഘട്ടത്തിൽ ഒരു അന്ത്യകാല അഭിഷേകം, ഒരു അന്ത്യകാല ഉണർവ് ദൈവം നിന്നിൽ പകരാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ദൈവം നിന്നെ നിറച്ച് ആത്മാവിന്റെ തീ നിന്നിലൂടെ ആളെ കത്തിക്കുവാൻ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിൽ നീ നിറയപ്പെടും. ആത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെട്ട ചില കൃപാവരങ്ങളെ ദൈവം നിന്നിൽ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുക. ഫിലിപ്പോസ് ശമരിയിൽ ചെന്നപ്പോൾ ചില അസാധാരണ ശുശ്രൂഷ ഫിലിപ്പോസിലൂടെ ദൈവം ചെയ്തതുപോലെ ദൈവം തന്നെ ജാതികളുടെ ഇടയിലേക്ക് അയച്ചുകൊണ്ട് ചില അസാധാരണമായ ശുശ്രൂഷ ഫിലിപ്പോസിലൂടെ ചെയ്തെടുത്തതുപോലെ നിന്നെ ഒരു ഫിലിപ്പോസ് ആക്കിയെടുക്കുവാൻ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ. ഫിലിപ്പോസിന് 4 മക്കളുണ്ടായിരുന്നു, പ്രവാചകന്മാരായിരുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നിന്റെ മക്കളെ ദൈവം ശക്തമായ പ്രവചനാത്മാവിൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നീ നിന്നിലേക്കൊന്ന് നോക്കണം. പ്രൈസ്. അപ്പൊ ചില അസാധാരണമായ ശുശ്രൂഷ ദൈവം നിന്നെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിനൊരു ദർശനം നമുക്ക് ആവശ്യമാണ്. ഈ ദിവ്യ ദർശനം യെശയ്യാവ് കണ്ടതുപോലെ ദിവ്യ ദർശനം നാം പ്രാപിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 1 തൊട്ട് 5 വരെ അധ്യായം യെശയ്യാവ് എഴുതുമ്പോൾ യെശയ്യാവ് പറഞ്ഞത് താൻ വലിയ പുണ്യവാളനാണ്, വലിയ വിശുദ്ധനാണെന്നൊക്കെയാണ്. പക്ഷേ 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ സംഗതി മുഴുവൻ തകിടം മറിഞ്ഞു. ഹല്ലേലൂയ. യെശയ്യാവിന്റെ ചിന്തകളും ചിന്താഗതികളും എല്ലാം മാറ്റി ദൈവിക ദർശനം ദൈവം കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ഞാൻ അശുദ്ധിയുള്ള ഹൃദയം, അശുദ്ധിയുള്ള അത്തരമുള്ള മനുഷ്യനാണ്. ഹല്ലേലൂയ. അതെ, നമ്മൾ ഒരുപാട് കുറവുകളുണ്ട്, നമ്മളിൽ ഒരുപാട് ബലഹീനതകളുണ്ട്. നാം അറിയാതെ ചെയ്തു പോയ അനവധി തെറ്റുകൾ, മറിഞ്ഞിരിക്കുന്ന പാപങ്ങൾ, സ്വമേധ പാപങ്ങൾ, നമ്മൾ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കൊടുക്കൽ വാങ്ങൽ, നിരൂപണങ്ങൾ, ജീവിത സാഹചര്യങ്ങളില് കുടുംബത്തിനകത്തും കുടുംബ ജീവിതത്തിൽ ഭർത്താവ്, ഭാര്യയുടെ അപ്പൻ, അമ്മ, മക്കൾ, അമ്മായിയമ്മ, മരുമക്കൾ, സഭയ്ക്കകത്ത് ഇടയന്മാരുടെ ശുശ്രൂഷകൾ, സഹവിശ്വാസികളുടെ, അയൽവാസികളുടെ, ബന്ധു സ്വന്തക്കാരോട്, സഹചാരികളോട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ, നിങ്ങളുടെ ഇടപാടിലൂടെ, നിങ്ങളുടെ സംസർഗത്തിലൂടെ, സമ്പർക്കത്തിലൂടെ വന്നുപോയ കുറവുകൾ നീ തിരിച്ചറിഞ്ഞിട്ട് മാനസാന്തരപ്പെടണം. പ്രൈസലോ, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്ന് ഒരു വിശുദ്ധ ജീവിതത്തിനാണ് ദൈവം നിന്നെ വിളിച്ചത്. അല്ലെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ ദൈവം നിനക്ക് തന്നത്. പെന്തക്കോസ്ത് നാളിൽ ഹല്ലേലൂയ അപ്പോസ്തലന്മാരടക്കം യേശുവിന്റെ അമ്മയടക്കം 120 പേർ കൂടിയിരുന്ന മാളികമുറിയിൽ അവർ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് കൂടിയ മുഴക്കം പോലെ വലിയൊരു മുഴക്കം കൂടിയിരുന്ന വീടിൽ നിറയ്ക്കുന്നതും അത്തിജാല പോലെ പിളർന്നിരിക്കുന്ന ആവുകൾ ഒഴുത്തമിൽ അതിയോട് പരിശുദ്ധാത്മ അറിയപ്പെട്ട അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് അവർ വലിയ കാര്യങ്ങൾ, സ്വർഗീയ രഹസ്യങ്ങളെ പങ്കുവെച്ചതും പിന്നത്തെ പത്രോസ് ആദ്യമായി വിശുദ്ധന്മാരെ ദൈവം ശക്തമായി ഉപയോഗിച്ചത് എന്താണ്? ദൈവിക ദർശനം അവർക്ക് ലഭിച്ചത് കൊണ്ടാണ്. ആ ദർശനമാണ് ദൈവസഭയ്ക്ക് തരുന്നത്. ആ ദർശനമാണ് ദൈവസഭയ്ക്ക് കൈമാറ്റം ചെയ്യുന്നത്. അത് ഇന്ന് പകല ആത്മാവിന്റെ ശുശ്രൂഷ ദൈവം നിന്നിലേക്ക് കൈമാറാൻ ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ശ്രോതാവേ, എന്നെ കേൾക്കുന്ന യുവദൈവന്മാരോട് ദൈവം നിന്റെ ഒരു ആത്മാവിന്റെ ശുശ്രൂഷ നിന്നിലേക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ ഒരുക്കമാണോ, തയ്യാറാണോ? യെശയ്യാവിനെ പോലെ ആ പുതിയ ദൗത്യം ഏറ്റെടുക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നിന്റെ ആശുദ്ധിയെ നീ ഏറ്റുപറഞ്ഞ് ഒരു മടങ്ങി വരവിന് വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിക്കണം. രക്തജയം. പ്രൈസലോ.
ദൈവസഭയ്ക്കകത്ത് മുഴുവൻ അശുദ്ധി നിറയപ്പെട്ടു, ദുരുപദേശം നിറയപ്പെടുന്നു. ദുരുപദേശന്മാർ നാം ദൈവസഭയ്ക്കകത്ത് വേരൂന്നി തുടങ്ങി. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ നിന്നും ദുരുപദേശത്തിന്റെ വേരുകളെ നീ പറിച്ചു കളയണം. പ്രൈസലോ. വിമർശനം നീ നിർത്തണം. മറ്റുള്ളവരെ കുറിച്ച്, സഹവിശ്വാസികളെ കുറിച്ച്, ദൈവദാസന്മാരെ കുറിച്ച്, ദൈവമക്കളെ കുറിച്ച്, ദൈവസഭയെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ചുള്ള വിമർശനം നീ മാറ്റണം. വിമർശിക്കുന്നതിന്റെ നാവ് അശുദ്ധിയുള്ള നാവ, അതരവാ. അല്ലേലിയ. വിമർശനത്തെ മാറ്റണം കേട്ടോ. രക്തം ചെയ്യും ഇവിടെ മടങ്ങി വരവ്. അല്ലേലിയ. ഇവിടെ ദൈവത്തിന് എന്നിൽ നിന്നെ കാണുവാൻ നിന്റെ ചായ എന്നിൽ പകരണമേ എന്ന് ഒരു ഭക്തൻ പാടി. അല്ലേലിയ. ഒരു ഭക്തൻ പാടിയതാണ്, എന്നെ കാണുന്നവർ എന്നിൽ നിന്നെ കാണണമെന്ന്. ആ ഭക്തന്റെ ആഗ്രഹം. ആ ഭക്തൻ പറയും, കർത്താവേ, എന്നെ കാണുന്നവൻ എന്നിലൂടെ നിന്നെ കാണണം. അല്ലേലിയ. ആ ഭക്തൻ പാടി, നിന്റെ ചായ എന്നിൽ പകരണമേ. ഭക്തൻ പാടി. അല്ലേലിയ. എന്നെ കാണുന്നവർ എന്നിലല്ല, ആമി കർത്താവിനെ തന്നെ കാണണമെന്ന്. എന്നെ കാണുന്നവൻ എന്നെയല്ല കാണേണ്ടത്, കർത്താവിനെ തന്നെ. അതെ, ഉയർന്നു പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ കാണാൻ വേണ്ടിയിട്ട് സാറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദങ്ങൾ മൂടി, രണ്ടുകൊണ്ട് പറന്നതുപോലെ ദിവ്യ ദർശനം യഹോവയായ ദൈവത്തെക്കുറിച്ച് മാത്രം ശിയാവ് കണ്ടതുപോലെ നിന്നെയല്ല ലോകത്തിന് കാണേണ്ടത്, നിന്നിലുള്ള യേശുവിനെ വേണം കാണാൻ. നിന്നുള്ള യേശുവിനെ ലോകം കാണും. ഭക്തനതാണ് പറയുന്നത്. അല്ലേലിയ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. സ്തോത്രം. സ്നാപക യോഹന്നാൻ പറഞ്ഞത്, യോഹന്നാൻ സുവിശേഷം 3:30 വായിക്കുമ്പോൾ എന്താണ് പറയുന്നത്? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 3:30 പറയുന്നതാണ്. അല്ലേലിയ. സ്തോത്രം. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് പറഞ്ഞു. അതെ, യേശുക്രിസ്തുവിനെ വഴിയൊരുക്കുവാൻ, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയും വഴിയൊരുക്കുവാൻ ദൈവത്താൽ യോഗിച്ചയച്ച ഏരിയാവിന്റെ ആത്മാവുള്ള യോഹന്നാൻ സ്നാപകൻ, യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, അല്ലേലൂയ, അവൻ വളരണം, ഞാനോ കുറയണം. അതെ സ്നേഹിത, നിന്റെ ഉള്ളിൽ യേശു വളരണം, നീ താഴ്ന്നു കൊടുക്കണം. യെശയ്യാവേ, നീ ഒന്ന് താഴ്ന്നു കൊടുക്ക്. സിംഹാസനത്തിലിരിക്കുന്ന കർത്താവ് നിന്റെ ഉള്ളിൽ വളരട്ടെ. സിംഹാസനത്തിലിരിക്കുന്ന കർത്താവ് നിന്നിൽ വസിക്കട്ടെ. യെശയ്യാവേ, നീ ഒന്ന് താഴ്ന്നു കൊടുക്ക് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദര, നീ ഒന്ന് താഴ്ത്തി കൊടുത്താട്ട് യേശു നിന്നിൽ വളരട്ടെ, യേശു നിന്നിൽ വസിക്കട്ടെ, നിന്നിൽ യേശുവിന്റെ സ്ഥാനം വരട്ടെ, നിന്നിൽ കാണുന്നവൻ യേശുവിനെ കാണട്ടെ. ഹല്ലേലൂയ. അതെ, നിന്റെ അലസതകളൊക്കെ മാറ്റിക്കളഞ്ഞ്, നിന്റെ അശുദ്ധിയെ മാറ്റിക്കളഞ്ഞ് യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കണം. അതാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, അവൻ വളരണം, ഞാനോ കുറയണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കുറയണം. അപ്പം ഇത് പറഞ്ഞത് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്ന ക്രിസ്തു എത്രയെന്ന് പൗലോസ് ഒരിക്കൽ പറഞ്ഞു. യോഹന്നാൻ പറഞ്ഞതുപോലെ. ഹല്ലേലൂയ. ഗലാത്യലേഖനം 2:20 വായിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടണം. നീ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നെങ്കിൽ മാത്രമേ നിന്റെ ജഡത്തിലെ അശുദ്ധിയെ നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. ക്രിസ്തുവേശുവിനോടുകൂടെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കും. ഗലാത്യലേഖനം 5:24 വായിക്കുന്ന പോലെ പൗലോസ് പറഞ്ഞവർ നിനക്ക് പറയാൻ കഴിയുമോ? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതെ, ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ സകല അശുദ്ധിയും മാറും. അതുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കും. എന്നെ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നെ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത പുത്രനുള്ള വിശ്വാസത്താൽ അത്രേ. ഹല്ലേലൂയ. അതെ, നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനാൽ, യേശു ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നാം നിറയപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. ക്രിസ്തുവിനോട് കൂടി നമ്മെ ക്രൂശിക്കുന്ന നമ്മുടെ ജഡത്തെ, സ്വഭാവത്തെ പൂർണ്ണമായി ക്രൂശിച്ചെങ്കിൽ മാത്രമേ ദിവ്യ ദർശനം കാണാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, സ്തോത്രം. വലിയ ചിത്രകാരൻ യേശുവിനോട് കൂടി അവന്റെ ശിഷ്യന്മാർ അവസാനമായി ഭോജനയാഗത്തിരിക്കുന്ന രംഗത്തെ വളരെ മനോഹരമായി വരച്ചു. ആ ചിത്രം പൂർത്തീകരിക്കുവാനുള്ള സമയം വന്നു. തന്റെ ഉറ്റ സ്നേഹിതനെ വിളിച്ച് ഈ പടത്തെ നോക്കി നിന്റെ ആശയങ്ങളെ പറയുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്നേഹിതൻ വളരെ സമയം നോക്കിയിട്ട് ക്രിസ്തുവിന്റെ കൈകളിൽ ഇരിക്കുന്ന ആ പാത്രം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അവൻ ക്രിസ്തുവിൽ വസിക്കാൻ തയ്യാറായില്ല. ഇന്ന് പലരും ക്രിസ്തു ശിഷ്യന്മാരിരിക്കുന്ന ഫോട്ടോകളൊക്കെ വസിച്ച് ആ ഫോട്ടോ ഒക്കെ വെച്ച് ആരാധിക്കുന്നുണ്ട്. പക്ഷേ അതാണ് ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
നമ്മൾ ക്രിസ്തുവിൽ വസിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മെ നന്നായി അറിയുന്ന, നമ്മുടെ ചിന്തകളെ നന്നായി അറിയുന്ന, നമ്മുടെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന യേശുവിനോട് കൂടെ ആയിരിക്കട്ടെ നമ്മുടെ ചിന്തകൾ മുഴുവൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാൻ. ഞാനോ നിന്റെ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകുന്ന ആമേ സങ്കീർത്തനം 17:15 വായിക്കുന്നത് പോലെ അതെ, നമുക്ക് കർത്താവിനെ വേണം കാണാൻ. ഞാൻ ആ ഭാഗത്തേക്ക് വിവരിക്കാൻ സമയമില്ല. കർത്താവിന്റെ മുഖത്ത് പ്രത്യക്ഷത കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ ഭൂമിക്ക് വേണ്ടി, ഈ ഭൂമിയിലുള്ളതിന് വേണ്ടി, ഇവിടുത്തെ സുഖരൂപത്തിന് വേണ്ടി നീ ജീവിക്കരുത്, ഇവിടുത്തെ പണത്തിന് വേണ്ടി നീ ജീവിക്കരുത്. ഈ ദേശത്ത് നിന്റെ ഈ ലോകത്തിന്റെ ഭൗതിക ദർശനമല്ല നിനക്ക് വേണ്ടിയത്. വിശുദ്ധിയെക്കുറിച്ചുള്ള ദിവ്യ ദർശനമാണ് ആവശ്യം. സ്വർഗത്തെക്കുറിച്ചുള്ള ദിവ്യ ദർശനമാണ്, സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് ദിവ്യ ദർശനമാണ് നിനക്ക് ആവശ്യം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം നിന്നെ ശക്തമായി ഒന്ന് പണിയാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ അവനെ പോലെ പുതിയ ദൗത്യം ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നീ ഒരുക്കമാണോ? ആ ദിവ്യ ദർശനം കാണാൻ നീ ഒരുക്കമാണോ? യശയാവിനെ പോലെ തന്നിലേക്ക് നോക്കി ശുദ്ധീകരിക്കപ്പെടാൻ നീ ആഗ്രഹിക്കുന്നു. അതെ, ദൈവം നിന്നെ അത്ഭുതം നിറയ്ക്കാൻ പോകുക. ആമേ സ്തോത്രം. അതുകൊണ്ടാണ് ഓരോരുത്തരും അവർ ചെറുകൊണ്ടായിരുന്നു 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് അവർ പറന്ന് അതിലേക്ക് നോക്കി ഇതിനെ ശ്രദ്ധ പോകാതെ സിംഹാസനത്തിലിരിക്കുന്ന യഹോവയെ കാണുവാൻ വേണ്ടിയിട്ട്, ദൈവത്തെ കാണാൻ വേണ്ടി അവന്റെ കണ്ണുകൾ മറ്റുമോട്ടും പതറിപ്പോകാതെ മാറിപ്പോകാതെ ആ യഹോവയായ ദൈവത്തെ, ആ ദൈവദർശനം കണ്ട് യശയ്യാവ് ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ ഇന്ന് വന്ന് ശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പറയാം, കർത്താവേ, ഇതുവരെ എൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകൾ, പാപങ്ങളെല്ലാം മാറ്റി എന്നെ ശുദ്ധീകരിച്ച് അങ്ങേക്ക് വേണ്ടി ഒരു പുതിയ ദൗത്യം, ഒരു പുതിയ ശുശ്രൂഷ, ഒരു അസാധാരണമായ ഫിലിപ്പോസ് ശബരിയിൽ ചെന്നപ്പോൾ അസാധാരണമായ ശുശ്രൂഷ ചെയ്തതുപോലെ എന്നിലൂടെ അസാധാരണമായ ശുശ്രൂഷ ചെയ്യാൻ ആ അഭിഷേകത്തെ, പരിശുദ്ധന്മാരുടെ അഗ്നി എന്നെ ഒന്ന് കത്തിക്കണമേ എന്ന് മകൾക്ക് എന്നോടൊപ്പം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിന്നെ വെച്ച അഭിഷേകത്തെ, ചില ദർശനങ്ങളെ പകരം കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനാണ് ഞങ്ങൾ ദൈവത്തിനെ കേട്ടുകൊണ്ടിരുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിലുള്ള 800 കോടിയിലധികം ജനത്തിനായി, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, മദ്യത്തിനും മയക്കുമരുന്നിനും പാൻസ്, ലഹരിക്ക്, വടിവുപെട്ടി, ലോകത്തിന്റെ ജനിക്ക്, വ്യഭിചാര, പരസംഗ, അശുദ്ധി, ദുഷ്കാമ, പൊട്ടേഷൻ, ഉല്ലാസങ്ങൾ, അഴിമതി, കരുത്തത, വീഴ്ത്തിവ്, രാഷ്ട്രീയ സ്വാധീനത്തില്, അധികാരങ്ങൾക്ക് വിധേയപ്പെട്ട അധികാരത്തിന് കടിമുറ കൂട്ടുന്ന, അല്ലെങ്കിൽ ജനാധിപത്യത്തെ ഭരിപ്പിച്ചു കളയുന്ന, മതേതരത്തെ നശിപ്പിച്ചു കളയുന്ന, ദൈവാധിപത്യത്തെ നശിപ്പിക്കുന്ന ഏകാധിപതികൾ പോലെ മാഴുന്ന ലോക രാഷ്ട്ര തലമാറ നടുവിൽ കർത്താവിയുടെ മഹത്വം വെളിപ്പെടുത്തണമേ. യുസിയാവിനെ പോലെ യുസിയാവിനെ പോലെ അനേകർ പൗരദൃശ്യം നിഗളിച്ച് ചെയ്യുമ്പോൾ ഇന്ന് പകൽ യുസിയാവ് കുഷ്ഠം വന്ന് ബാധിച്ച് മരിച്ചതുപോലെ നാട്ടിൽ യുസിയാവിന് ദൈവ ദർശനം കൊടുത്തതുപോലെ ദൈവമക്കളെ ദിവസം വിളിച്ച് വേർതിരിക്കണമേ. പാപ സ്വഭാവങ്ങൾ മാറ്റിക്കളഞ്ഞ് സകല അശുദ്ധി നീക്കിക്കളഞ്ഞ് ഒരു ശുദ്ധീകരണ ദിവസങ്ങൾ ദൈവസഭയ്ക്കകത്ത് നടക്കുവാൻ ദൈവദാസന്മാരിൽ ദൈവമേ തലമുറയിൽ ഒരു വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ, ഭരണ സംസ്ഥാനങ്ങൾ, രാഷ്ട്രം ഭരിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി, ട്രൈബൽ മേഖലയായിരിക്കുന്ന ജനത്തെ, അധികാരികൾ, കരസേന, വ്യോമസേന, നാവികസേന, കത്തിത്തിൽ കാക്കമതി, CRP അടക്കമുള്ള ക്രമസമാധാന പാലകരെ, നിയമ നിർമ്മാണ രംഗത്ത് രഹസ്യ പോലീസ് സെക്ഷനുകൾ, SX, ഫോറസ്റ്റ്, ഭാഗങ്ങൾക്കായി പുതുമ സാമ്പത്തിക മേഖലയിൽ ആയിരിക്കുന്ന എല്ലാ ഭാഗ്യമേഖലയിലും ആയിരിക്കുന്ന എല്ലാ ജനത്തെയും കർത്താവ്, കടലുകളുടെ വാസികൾ, തീരദേശവാസികൾ, മത്സ്യ ആഴക്കടൽ കടന്നുപോയിരിക്കുന്ന ക്ഷീരമേഖലയിലും കാർഷിക മേഖലയിലും വരുന്ന ചേർന്ന് അതിൻ്റെ വ്യാപാരി, വ്യവസായ, വഴിയോര കച്ചവടക്കാരെ, കൺഷനക്കാർ, മെക്കാനിക്ക്, മോട്ടോർ യൂണിയനുകാർ, എല്ലാ ടാക്സിയുടെ ഡ്രൈവേഴ്സിനെയും പാടത്തും പറമ്പിലും കോറയിലും കല്ലിലും മണ്ണോട് ചടിയോട് വല്ലടിക്കുന്ന യോരെ വീർപ്പാക്കി അധ്വാനിക്കുന്നവരെ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവിക്ക് എല്ലാ മത സംസ്കാര ജനത്ര മാധ്യ വീഡിയോ എഞ്ചിനീയർമാർ ദൈവനാമത്തെ സുവിശേഷം വിറ്റ് കോമഡികളുണ്ടാക്കി, സിനിമകളുണ്ടാക്കി, പണം കൂയത് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന ദൈവനാമത്തെ ദൂഷിക്കുന്ന കിരാതന്മാർ നിറയപ്പെട്ട് നിൽക്കുന്ന ഈ ഭൂമിയിൽ കർത്താവ് ദൈവത്തിന്റെ നീതിയുള്ള കരം വെളിപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സുവിശേഷത്തെ മായപൂശി, സുവിശേഷത്തെ വെള്ളം പൂശി, സുവിശേഷം വിശുദ്ധ തിരുവെഴുത്തിന്റെ മാറ്റി സാത്താൻ ആധിപത്യം പുലർത്തി പണം ഉണ്ടാക്കുന്ന ഇവിടുത്തെ സംവിധാനങ്ങളെ ദൈവം തൊടുമാട്ടയാകണമേ. അല്ലേറിയ കർത്താവിയുടെ കരങ്ങളിലേക്ക് ശൈശുദ്ധൻ, ബാല്യ, കൗമാരി, യുവതികൾ, യാചകർ, ഓർഫനേജ്, ഹോട്ടൽ, തടവറയിലായിരിക്കും സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് കേരളത്തിൽ ഇന്ത്യയുടെ സംസ്ഥാന വിദേശ രാജ്യങ്ങൾ കർത്താവ് പേരുള്ള ബന്ധത്തിലായി ദൈവദാസന്മാർ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന സംശയം ജയിലിൽ കിടക്കുന്നവർക്ക് മോചനം കൊടുക്കണമേ. സുവിശേഷ വിരോധികൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾക്ക് മനസ്സാധനം കൊടുക്കണമായി പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിക്കുകയാണ്. ലേറിയ കർത്താവ് വിദേശ രാജ്യ കഷ്ടം സഹിതം പുറപ്പെടുന്ന നാട്ടിലേക്ക് കടം കഴിയുക വാനപ്രദം വിസ നഷ്ടപ്പെട്ടവർ, ആമയും പാസ്പോർട്ട് ഇല്ലാത്തവർ, ജയിലിൽ കിടക്കുന്നവർ, പാമയും ലഹരിക്ക് അടിമപ്പെട്ടു പോയവർ, മദ്യത്തിന് മയക്കും ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്ന മദ്യരോഗികളെ മയക്കുരോഗികളെ എല്ലാം സന്ദർശിക്കാനായി തകർന്ന കുടുംബങ്ങൾ, കുടുംബജീവൻ തകർന്ന, കുടുംബ വിഷയം തകർന്ന്, ആമയല്ലിയ കുടുംബത്തിൽ ശാപങ്ങൾ, പാപങ്ങൾ, ബന്ധനങ്ങൾ അകപ്പെട്ട് ആചാര മന്ത്രവാ ഗൂഢോഷ സൂത്രശക്തിയാൽ തകർന്നു കിടക്കുന്ന അനവധി കുടുംബങ്ങൾ പാപത്തിന്റെ ശാപത്തിന്റെ വീട്ടിൽ കടന്ന ചില വിടുവിക്കപ്പെട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് ജനത്തെ ശുദ്ധീകരിക്കണമേ. ഈ ദരിദ്രൻ ദർശനം കൊടുത്ത് ഒരു പുതിയ ദൗത്യം ഏറ്റെടുത്ത കർത്താവിന് വേണ്ടി ഭൂമിയുടെ അറ്റത്തോട് ഓടുവാൻ ഒരു പുതിയ തലമുറയെ എഴുന്നേൽപ്പിക്കണമേ. പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.